എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുകയാണ്. ഈ വീഡിയോയും ആരും അങ്ങനെ കാണാൻ പോകുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു 2-3 വർഷത്തോളമായി. പക്ഷേ എനിക്ക് നല്ല കണ്ടൻറ്റുകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്തതൊന്നും അത്ര ആരും ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. നല്ല നല്ല വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു. പക്ഷേ മറ്റു പലതും കാണാത്തതുകൊണ്ടും ചിലപ്പം തമ്പനെയിൽ ശരിയാകാത്തതുകൊണ്ടോ മറ്റോ ആയിരിക്കാം എനിക്ക് അത്ര വലിയ റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യം പറയാനാണ് ഞാനിന്ന് വന്നത്. ഇന്ന് എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ക്രൂശിക്കപ്പെടുന്നു എന്ന് പറയുന്നല്ലോ. ശരിക്കും ഈ ജാതിയും മതവും തന്നെയാണോ പ്രശ്നം? ഒരിക്കലുമല്ല. ജാതിയും അല്ല, മതവും അല്ല. ശരിക്കും പണമാണ്. എല്ലാത്തിനും പണം ഉണ്ടെങ്കിൽ പണത്തിൻ്റെ മീതെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് നിലയും വിലയും സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ വീടും ബംഗ്ലാവും നിലയും വിലയും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാവും. കാറും വണ്ടിയും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാവും. സാധാരണക്കാർക്ക് പോലും ചെറിയ കൊച്ചു കുടുംബമാണെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ കൂടെ നിൽക്കത്തുള്ളൂ. അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. എൻ്റെ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എനിക്ക് ആരെയും വിളിക്കാനില്ലാതെ സങ്കടപ്പെട്ട് ഒരു 2 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ അടയ്ക്കാനില്ലാതെ നമ്മളെ ഒരു നിമിഷ നേരത്തെ എന്തെങ്കിലും തെറ്റായ കാര്യത്തിൻ്റെ പേരിൽ നമ്മളെ പൊതുസമൂഹത്തിൽ നിന്ന് മൊത്തം നമ്മളെ അടിച്ച് താഴെയിട്ട് നമ്മളെ ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടിടുന്ന ലോകമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതിൽ നിന്നൊക്കെ പിടിച്ചു കയറാൻ നമ്മൾ ഒരുപാട് ശ്രമിക്കും. പക്ഷേ നമ്മൾ അമ്പേ പരാജയപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ലെന്നേ. ഒരിക്കലും നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കും. രക്ഷപ്പെടാനുള്ള മാക്സിമം നമ്മൾ തുഴയും. പക്ഷേ ചില സമയത്ത് നമ്മൾ നല്ല ഇരുട്ടിലകപ്പെട്ടു പോവും. നമ്മൾ ഒറ്റപ്പെട്ടു പോവും. നമുക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതിൽ നിന്നായിരുന്നു ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എനിക്കൊരു കണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നും അറിയാൻ വയ്യാത്തൊരു സാധാരണ വീട്ടമ്മയായി ഞാൻ ഒതുങ്ങിക്കൂടിയ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുക, പാചകം, കൃഷി, ഇതൊക്കെ അല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വസ്തുവില്ല. അപ്പോൾ അവിടെയും കൃഷി എന്നുള്ളത് എനിക്ക് ഒരു വലിയ തടസ്സമായി മാറി. മറ്റുള്ളവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് മാത്രമേ നമുക്ക് അവിടെ പോലും കൃഷി ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ആ വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. പാചകം ചെയ്യുന്നതായാലും മറ്റുള്ളവരുടെ വീട്ടിലാകുമ്പോൾ അങ്ങനെ നമ്മളൊരു എന്താ പറയുക, ഗുഹയ്ക്കകത്ത് നമ്മൾ പുറത്തുനിന്ന് വലിയൊരു കല്ല് വെച്ച് അടച്ച് നമ്മൾ ശ്വാസം മുട്ടിക്കിടക്കുന്ന ഒരു ജീവിതത്തിൽ നമുക്കാകെ ഒരു ആശ്വാസമാർഗ്ഗം എന്ന് പറയുന്ന ഈ ഒരു അന്ന് എനിക്ക് മൈക്കും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ നോക്കുക. അപ്പോൾ അതിനെപ്പറ്റി പറയുന്ന ഒരുപാട് വീഡിയോസുണ്ട്. എന്നെക്കാട്ടിൽ അറിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാ സമയത്തും ഈ ഡൗൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. വീഡിയോയ്ക്ക് ക്ലാരിറ്റി വരണമെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം, വീഡിയോസ് എടുക്കണം. അപ്പോൾ അതിന് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും നമുക്കൊന്നും അവിടെ കിട്ടുന്നില്ല. അപ്പോൾ അതനുസരിച്ച് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ നമുക്ക് പറ്റുന്ന വിളക്ക് കൊളുത്തുന്നതായിട്ടുള്ള അതെടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം എടുത്തു കഴിയുമ്പോൾ പിറ്റേന്ന് അവർ റിപ്പീറ്റ് ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ബോറടിക്കുമോ എന്നുള്ള പേടിച്ചിട്ട് അതും ഞാൻ ചെയ്യാതായി. അങ്ങനെ വീഡിയോസും ഇല്ല, ജീവിതവും ഇല്ല. ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ നമ്മളെ കൊണ്ടെത്തിക്കും. കാശും പണവും ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാരുണ്ടാവൂ. നമുക്ക് നമ്മുടെ ചുറ്റും കണ്ണോടിക്കുമ്പം ഇന്ന് ആരുമില്ല, ഏകയായിട്ടിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ഒരു വല്ലാത്തൊരു മനസ്സിന് വല്ലാത്ത ശ്വാസംമുട്ടലുണ്ടാക്കുന്ന ഒരു ജീവിതമാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് കരകയറാനായിട്ട് നമ്മൾ സ്വയം കണ്ടെത്തുന്ന ചില വഴികളുണ്ട്. അത് പോസിറ്റീവായിട്ടിരിക്കാൻ തന്നെ നമ്മൾ ചിന്തിക്കുന്നു. പോസിറ്റീവായിട്ട് മാറാൻ ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇത് വീഡിയോ ആരുടെയെങ്കിലും മുൻപിൽ ഒരാളെങ്കിലും കാണുവാണെങ്കിൽ, ഒരാളെങ്കിലും കേൾക്കുവാണെങ്കിൽ അതിനൊരു പരിഹാരമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ദൈവം ഇനിയെങ്കിലും എൻ്റെ വഴിയൊന്ന് തുറന്നു തന്നിരുന്നുവെങ്കിൽ എത്ര ആശ്വാസമാകുമെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ പറയാൻ